എല്ലാവർക്കും ഹാപ്പി വിഷു. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വിഷു വ്ളോഗാണ് കേട്ടോ. നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം തൊട്ടിട്ട് ഉച്ച വരെയുള്ള കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ കൂടെ ഒരു വീഡിയോ ആക്കിയിട്ടിട്ടാണ്. അപ്പോൾ ഇത് തലേ ദിവസം, അതായത് ഞായറാഴ്ച, വിഷുവിൻ്റെ തലേന്ന് ഞായറാഴ്ച നമ്മൾ രാത്രി കുറച്ച് നമ്മൾ കുറച്ച് കമ്പിത്തിരിയും പോത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ മേശപ്പോത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് കുട്ടികളുടെ ഒരു ഇതല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിഹാന് നല്ല പേടി ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. കാരണം കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുമ്പോൾ വിഹാന് ഒരു 1.5 വയസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ വിഹാനത് ഓർമ്മ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അന്ന് നമ്മളങ്ങനെ കയ്യിലങ്ങനെ പിടിപ്പിച്ചിട്ട് കത്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ചും കൂടെ ഓർമ്മ വെച്ചല്ല. പിന്നെ ചില സൗണ്ടിനൊക്കെ ഭയങ്കര പേടിയാണ്, ഭയങ്കര റിയാക്ഷനായിരിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ പേടിക്കും കരയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഓന് ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അൻവി എന്ത് ചെയ്താലും അതേപോലെ വിഹാൻ ചെയ്യും. അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം അൻവിന്തെങ്കിലും ഇതേപോലെ ഒളിച്ചിരുന്നത് കണ്ടിട്ട് കൈമിളിക്കാവോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. രണ്ടാളും നല്ലോണം ഇതായി. പിന്നെ വലിയ ആൾക്കാർ ചെയ്യണതൊക്കെ ഓനും ചെയ്യണം. പൂത്തിരി കത്തിക്കുകയാണെങ്കിൽ, ഇപ്പം ചക്രം കത്തിക്കുകയാണെങ്കിൽ അതും കത്തിക്കണം. അതേമാതിരിക്ക് മേശപ്പൂവ് കത്തിക്കുകയാണെങ്കിൽ അതും കത്തിക്കണം. അങ്ങനെ പിന്നെന്താണ്, നമ്മളൊക്കെ ആണെങ്കിലും കുട്ടികളാകുമ്പോഴാണല്ലോ ഈ പടക്കം പൊട്ടിക്കുക, പൂത്തിരി കത്തിക്കുക, അതൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. വലിയ ആൾക്കാരാകുമ്പോഴത്തേക്കും ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് അതിനോടുള്ള ഒരു കമ്പം കുറഞ്ഞു വരും. എനിക്കൊക്കെ മുന്നേ, അതായത് അൻവീൻ്റെ പ്രായത്തിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കമ്പിത്തിരി അങ്ങനെ കയ്യിൽ പിടിക്കുന്നത്. അതും പേടിച്ചിട്ടാണ് പിടിക്കുന്നത്. ഒരു പച്ച കളറുള്ള കമ്പിത്തിരിയായിരുന്നു ഞാൻ പിടിച്ചത്, ലൈറ്റ്. ഇപ്പം ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ. ഇപ്പം അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതേപോലെ വല്ല മക്കൾക്ക് ഈ പ്രായത്തിലാണല്ലോ ഇവർക്ക് ഇതിനോടൊക്കെ കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് കമ്പിത്തിരിയും അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചേച്ചിയും കൂടെ അടുക്കളയിലേക്കുള്ള കാര്യത്തിനൊക്കെ പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കണി. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ വിഷുക്കണിയൊക്കെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അത് രാവിലെ ഇതൊക്കെ വേണ്ടിയിട്ട് രാത്രി തന്നെ സെറ്റാക്കി വെച്ചത്. രാവിലെ നീറ്റ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാവരും കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൊണ്ടുവന്ന് കാണിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിലായതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാനതൊക്കെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. വിഷുക്കണി എല്ലാവരും കണ്ടു. വിഹാന് മാത്രം ഒന്ന് കണ്ണ് തുറന്ന് അപ്പം തന്നെ അടച്ച് ഭയങ്കര ഉറക്കത്തുനിന്ന് വിളിച്ചതിൻ്റെ കുറച്ച് കുറുമ്പായിരുന്നു. ഞങ്ങളൊരു 4:15 ആകുമ്പോൾ തന്നെ കണി കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയത്. അപ്പോൾ നമ്മുടെ വിഷുക്കണി ഇതായിരുന്നു. ചെറുതായിട്ട് നമ്മൾ ലിവിങ് ഹാളിൽ ചെറിയൊരു സ്പേസിൽ ചെയ്തിട്ടുള്ളൊരു വിഷുക്കണിയാണ്. എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ അഭിപ്രായം പറയട്ടോ. കണ്ടിട്ട് നമ്മുടെ ആ ഒരു ഇതിൽ ചെയ്തതാണ്. എല്ലാവരും വിഹാനെ കൊണ്ടുവന്നിട്ട് വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. വിഹാൻ എങ്ങനെ നോക്കിയിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വിഹാൻ ഇരുന്ന് തരുന്നുണ്ടായിരുന്നില്ല. കാരണം ആ നേരത്തൊന്നും അവൻ നീക്കലില്ല. വിഹാന് പൊതുവെ നീക്കൽ ഒരു 9:30 ആ ഒരു സമയത്താണ് നീക്കുക. 9 മണി 9:30 ആകുന്ന സമയത്താണ് നീക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ വിഷുക്കണിയൊക്കെ വെച്ചിട്ട് കിടക്കാൻ നേരം തന്നെ 12:30 ആയിരിക്കണം. അപ്പോൾ 12:30 ആ സമയത്തൊന്നും അതിന് മുന്നേ ഉറങ്ങുന്ന ആളല്ലേ. ചില സമയത്ത് മാത്രമേ അത്ര നേരം ഇരിക്കുള്ളൂ. എന്നാലും രാവിലെ നേരം വൈകി നീക്കുന്നതുകൊണ്ട് വിഹാൻ ഉണർന്നില്ല. പിന്നെ ലാസ്റ്റ് അമ്മേനെ നമ്മൾ കൊണ്ടുവന്നു. അമ്മേനെ തൊഴിച്ചു. കാരണം അമ്മയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ലാസ്റ്റ് അമ്മേനെ അടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. അമ്മേനെ കൊണ്ടുവന്നിട്ട് അമ്മേനെ തൊഴിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിഷുക്കണി നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരിക്കുള്ള എല്ലാതും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കുറവുണ്ടോയെന്നറിയില്ല. കണ്ടിട്ട് നിങ്ങൾ പറയട്ടെ അഭിപ്രായം. എങ്ങനെയുണ്ട് നമ്മുടെ വിഷുക്കണി കാര്യങ്ങളെന്നുള്ളതൊക്കെ ഒന്ന് പറയട്ടോ. കമൻറ്റിൽ എന്തായാലും പറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ അൻവിക്കുട്ടിക്ക് പടക്കം പൊട്ടിക്കണം, പൊട്ടി കത്തിക്കണം എന്നാണ് നമ്മൾ വേഗം കുറച്ച് നേരം, അതായത് ഒരു 4 തൊട്ട് 5 മണി വരെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പൂത്തിരിയും കാര്യങ്ങളൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെയും പോയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. എന്നിട്ട് നീട്ടാണ് നമ്മൾ ബാക്കിയുള്ള സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കിയതിട്ട്. 6 മണിക്കാകുമ്പോൾ നീട്ടിട്ടാണ് പിന്നെ സദ്യവട്ടങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. കഷ്ണങ്ങളും രാത്രി തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക്
കുറച്ച് വിഭവങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം പണി തീരുമല്ലോ എന്ന് വിചാരിച്ച് തലേ ദിവസം തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പോയിട്ട് കുറച്ചിരുന്ന് കിടന്നു. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതാണ് അൻവിക്ക് ഉറക്കച്ചടവൊന്നുമില്ല. അൻവി ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അൻവി ഉഷാറാട്ടോ. രാവിലെ നീട്ടി വെച്ചിട്ട് അങ്ങനെ കുറുമ്പളകൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണെന്ന് അറിയുമ്പോൾ വലിയ ഇൻട്രസ്റ്റാണ് അവൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ എന്താ ചക്ക നമ്മൾ റോട്ടുമ്മലിടാണ് ചെയ്തത്. കാരണം നമുക്ക് അകത്ത പുല്ലിങ്ങനെ വെച്ചതുകൊണ്ട് അവിടെ കടന്നിട്ട് ചക്കന തിരിയോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മൾ അവിടെ റോട്ടുമ്മൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു പ്രശ്നം നമ്മൾ അകത്തന്നെ, അതായത് ഇതിൻ്റെ ഈ ഇൻ്റർലോക്കിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചപ്പോൾ കറങ്ങുകയും ചെയ്തു കേട്ടോ. ചില സമയത്ത് കറങ്ങൂല എന്നുള്ള ഒരു ഡൗട്ടുള്ളതുകൊണ്ട് നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യമല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോർച്ചിലിട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ റോട്ടുമ്മലിട്ടിട്ട് ചെയ്തു. പിന്നെ ഇതേപോലെ നമ്മൾ ഇൻ്റർലോക്കുമ്മലിട്ട് ചെയ്തപ്പോഴും കറങ്ങി കിട്ടും. നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എല്ലാവരും കുളിച്ച് റെഡി ആയതിനു ശേഷം കൈനീട്ടം വാങ്ങണത് ഭയങ്കര ഒരു രസമാണല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്കും കാര്യങ്ങൾക്ക് ഇതേമാതിരി ഇവർക്കൊക്കെ പൈസയൊക്കെ കയ്യിൽ കൊടുക്കുന്നത് ഇങ്ങനെ കൈനീട്ടം കൊടുക്കണ സമയത്തൊക്കെയാണല്ലോ നമ്മൾ കയ്യിൽ കൊടുക്കുക. അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കുന്നത് ഭയങ്കര അപൂർവമല്ലേ. അപ്പോൾ ഇവർക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. അൻവി എണ്ണി നടക്കിയിരുന്നു കേട്ടോ പൈസ. കാരണം എത്ര കിട്ടി, എനിക്ക് എത്ര തന്നു, അച്ഛമ്മ എത്ര തന്നു, ആൻറ്റി ഇത്ര തന്നു, പപ്പ എത്ര തന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നടക്കിയിരുന്നു. പിന്നെ ആദ്യം നമ്മൾ അമ്മേൻ്റെ വിഷു കൈനീട്ടം മേടിക്കുന്നത്. എല്ലാവരും പോയിട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിച്ചു. എന്നിട്ട് പിന്നെ അങ്ങനെ ഓരോരുത്തർ തന്നു. ചേച്ചി തന്നു, പിന്നെ വിഭവട്ടം തന്നു. അങ്ങനെ നമ്മൾ വിഷു കൈനീട്ടം കേട്ടോ. അമ്മേനോട് അമ്മേനോട് ഒരു കമൻറ്റ് കേട്ടോ. അതുകൊണ്ട് അമ്മ അങ്ങനെ നോക്കണത് അമ്മയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ചേച്ചീൻ്റെ വക എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇതേപോലെ തന്നു. അനുഗ്രഹം എല്ലാവരും കൊണ്ട് കുട്ടികളെ കൊണ്ട് അനുഗ്രഹമൊക്കെ മേടിപ്പിച്ചു കേട്ടോ. അപ്പോൾ ചെയ്യുന്നുണ്ട്. വിഹാനൊക്കെ ആണെങ്കിലും ചെയ്യും. വിഹാൻ പറയാതെ തന്നെ കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതായത് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാണ്. കാരണം ഇപ്രാവശ്യം ഇനി വലുതാകുമ്പോഴൊക്കെ അങ്ങനെ വാശി ഉണ്ടാവുമെന്ന് അറിയില്ല. എപ്പോഴൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് വിഭവട്ടൻ്റെ കൂടം. വിഭവട്ടം നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടും തന്നു. വിഹാനെ കളിയാക്കിയതാട്ടെ. വിഹാനൊന്നും കൂടെ വിഹാൻ 2 പ്രാവശ്യം മേടിച്ചിട്ട് 2 പ്രാവശ്യം കൈനീട്ടം മേടിച്ചു. മാറി നിൽക്കില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനിയും കൈനീട്ടം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. സദ്യക്ക് ഇലയിട്ടു. സദ്യക്കുള്ള വിഭവങ്ങളെന്ന് വെച്ചാൽ ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, ചക്ക വറുത്തത്, പിന്നെ പുളിയിഞ്ചി, മാങ്ങാച്ചാറ്, അവിയൽ, ഉപ്പേരി, പച്ചടി, പിന്നെ പപ്പടം, മുളക് കൊണ്ടാട്ടം, പായസം, പിന്നെ മോര്, പിന്നെ ചോറ്, സാമ്പാർ. ഇത്ര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വിഭവങ്ങൾ. കാരണം നമ്മൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയത്. കാരണം ഒരുപാട് സദ്യ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരൊന്നും ഇല്ലേ, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ നമുക്ക് ഗസ്റ്റുകളായാലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു സദ്യ. പിന്നെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം, നമ്മൾ വിഷുവിന് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം അതും വെച്ചിട്ടുണ്ടായിരുന്നു സദ്യയിൽ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ സദ്യ എന്ന് പറയുന്നത്. ചെറിയൊരു സദ്യയായിരുന്നു. പിന്നെ പായസം, നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. പിന്നെ വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇതേപോലെ കുറേ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യട്ടോ, ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.